Hello everyone. Today we are dealing with velocity and acceleration, and in the last class we had discussed displacement and position vectors, and we have seen displacement vector is a true vector whereas position vector is not a true vector. Displacement vector will not depend upon the coordinate system that we have chosen, and position vector will depend on the coordinate system. And in this class we are discussing or we are applying vectors to the velocity and acceleration. And before entering to the topic velocity and acceleration in the vector format in 3 dimension, let's discuss briefly on motion along a straight line, that is motion in 1 dimension. 1 dimensionൽ വെലോസിറ്റിയും ആക്സലറേഷൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് 3 ഡയമെൻഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൻ ഡയമെൻഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ മോഷൻ ഇൻ 1 ഡയമെൻഷൻ നോക്കാം. Let x be the value of the coordinate of a particle moving along a line. ഒരു പാർട്ടിക്കിൾ എക്സ് ഡിറക്ഷനിൽ, അല്ലെങ്കിൽ എക്സ് ആണ് അതിൻ്റെ കോർഡിനേറ്റ്, ഒരു ഡയറക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളത് എക്സ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ആയിരിക്കും അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ്, അല്ലേ? എക്സ് ആണ്, ഒറ്റ 1 ഡയമെൻഷൻ മാത്രമാണ്. അപ്പോൾ എക്സ് ഇസ് ദ കോർഡിനേറ്റ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് എലോങ് എ ലൈൻ. ഈ ലൈനിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈമിൽ അതിൻ്റെ പൊസിഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് പൊസിഷൻ ആയതുകൊണ്ട്, ഒരു ലൈനിലൂടെ പാസ് ചെയ്ത് പോകുന്നൊരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് ആയതുകൊണ്ട് എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് മീറ്റേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ലെങ്ത്തിൻ്റെ ഡയമെൻഷനിലായിരിക്കും. വി ആർ അസ്യൂമിങ് ദാറ്റ് വി ഹാവ് എ കണ്ടിന്യൂസ് റെക്കോർഡ് ഓഫ് പൊസിഷൻ വേഴ്സസ് ടൈം. ഡിഫറെൻറ്റ് ടൈമിൽ ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളൊരു റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ that is we have x value in different values of time. Next, the average velocity v bar. v bar എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. of the point between 2 times t1 and t2 is defined by. ഇനി 2 ടൈമിൽ, t1 എന്ന് പറഞ്ഞ ടൈമിലും t2 എന്ന് പറഞ്ഞ ടൈമിലും ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും. അത് ടോട്ടൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് എക്സ് അറ്റ് t2 മൈനസ് എക്സ് അറ്റ് t1. ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ടോട്ടൽ അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് t2 മൈനസ് t1. അപ്പോൾ ദിസ് ഇസ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദാറ്റ് particle between 2 times t1 and t2. ഇത് അതിൻ്റെ ആവറേജ് വെലോസിറ്റിയാണ്. നെക്സ്റ്റ് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി v is the limit of the average velocity as the time interval approaches 0. നമുക്കിനി ഒരു പർട്ടിക്കുലർ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പോയിൻറ്റ്സ്, 2 ടൈമിൻ്റെ ഇടയിലുള്ള അതിൻ്റെ ആവറേജ് വെലോസിറ്റിയാണ് വി ബാർ എന്ന് പറഞ്ഞത്. ഇനി നമുക്കൊരു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഏതൊരു പോയിൻറ്റിലും അതിൻ്റെ വെലോസിറ്റി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്, നമ്മളിതിൻ്റെ ആവറേജ് വെലോസിറ്റിനെ അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു, അതായത് നമ്മൾ വളരെ ഏതൊരു ടൈമിലും അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ഇൻ്റർവെല്ല് എന്ത് ചെയ്യണം, 0ലേക്ക് ടെൻഡ് ചെയ്താൽ മതി. അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കിട്ടും. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി
v is equal to limit delta t tends to 0 x of t plus delta t minus x of t divided by delta t. അപ്പോൾ ഈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള ടൈം ഇൻ്റർവെല്ലാണ് വളരെ ചെറുതായിരിക്കും. അതായത് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഡെൽറ്റ ടി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇൻ്റർവെല്ലായിരിക്കും, വിച്ച് ഈസ് ടെൻഡിങ് ടു 0. ഇവിടുത്തെ പോലെ ഒരു ഫൈനൈറ്റ് ഇൻ്റർവെല്ലായിരിക്കില്ല. ഇതിൻ്റെ വളരെ ചെറിയൊരു ഇൻ്റർവെല്ലിൽ ഇടയിലുള്ള രണ്ട് പൊസിഷൻസാണ് എക്സ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടിയും ആൻഡ് എക്സ് ഓഫ് ടിയും. ഓക്കെ, ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ലൈനെങ്കിൽ ഇവിടെ ഒരു പാർട്ടിക്കിളിൻ്റെ ടി എന്ന് പറഞ്ഞ ടൈമിലെ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എക്സ് ഓഫ് ടിയും തൊട്ടടുത്ത് വളരെ അടുത്ത് തന്നെ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇത് തമ്മിലിടയിലുള്ള ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ആണെങ്കിൽ നെക്സ്റ്റ് ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ നമ്മൾ എക്സ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആയിരിക്കും. ഇതിവിടെ ടി ആണ്, ഇത് ഡെൽറ്റ ടി ആണ്. ഈ പോയിന്റിൽ അതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ടി പ്ലസ് ഡെൽറ്റ ടി ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ അതിൻ്റെ വെലോസിറ്റി നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ +2 ക്ലാസ്സസ് ഈ ഒരു ഈക്വേഷൻ എന്തിൻ്റെ ഈക്വേഷനാണ്? ഡെറിവേറ്റീവ് അല്ലേ, ഒരു എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ദിസ് വൺ. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx by dt. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അറ്റ് എനി ടൈം ടി, ദ വെലോസിറ്റി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെലോസിറ്റി നമുക്ക് അറിയാമെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ എന്തായിരിക്കും? വെലോസിറ്റീനെ വീണ്ടും ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതായത് നമ്മുടെ ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 വെലോസിറ്റി അറ്റ് ദ ടൈം ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് വെലോസിറ്റി അറ്റ് ടൈം ടി എൻ്റെ ഡിഫറൻസ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ ഇസ് ഡി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡിവൈഡ് ബൈ ഡി ബൈ ഡി ടി ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റി സ്പീഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലി ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി. സ്പീഡ് is the magnitude of the velocity. V is the velocity is a vector quantity and its velocity is a vector quantity and its magnitude is speed. So motion in one dimension പറഞ്ഞു, motion through a straight line. അപ്പോൾ അവിടെ വെലോസിറ്റി ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു ഇൻ ടേംസ് ഓഫ് കോർഡിനേറ്റിൻ്റെ ടേംസിൽ നമ്മളതിൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിച്ചു. നമ്മൾ മെനി ഡയമെൻഷനിലേക്ക് അല്ലെങ്കിൽ സെവറൽ ഡയമെൻഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. സോ ഫോർ ദിസ് വി ആർ കൺസിഡറിങ് എ പാർട്ടിക്കിൾ വിച്ച് ഈസ് മൂവിങ് ഇൻ എ പ്ലെയിൻ. As the times goes on, the particle traces out a path. ഇനി ടൈമിനനുസരിച്ച് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. ആ മൂവ് ചെയ്യുന്ന പാത്ത് നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രജക്ടറി, അതിലെ പാത്തെ നമ്മൾ ട്രജക്ടറി എന്നാണ് പറയുക, അത് നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഈ പാർട്ടിക്കിളിൻ്റെ കോർഡിനേറ്റ്സ് അറിയാം. ഓരോ ടൈമിലും നമുക്ക് ഈ പാർട്ടിക്കിളിൻ്റെ കോർഡിനേറ്റ്സ് അറിയാമെന്ന് വിചാരിക്കുക. So the instantaneous position of the particle നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു ടൈം t1ൽ ഇതാണ് ഇപ്പോൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് എന്ന് വിചാരിക്കുക. പാത്ത് ഈ ഒരു പ്ലെയിനിലാണ്, XY എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലെയിനിലാണ് ഈ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ പാത്ത് ട്രേസ് ചെയ്തപ്പോൾ ഓരോ ടൈമിലും ഇതിൻ്റെ പാത്ത് ട്രേസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ട്രജക്ടറിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ t1 എന്ന് പറഞ്ഞ ടൈമിൽ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഇതാണ്. ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടറാണ് R1 എന്ന് പറയുന്നത്. ഇനി T2 എന്ന് പറഞ്ഞ ടൈമിൽ ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഇവിടെയാണ്, പൊസിഷൻ അറ്റ് ടൈം T2. ദെർഫോർ ദ പൊസിഷൻ വെക്ടർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള വെക്ടറാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ.
അപ്പോൾ T1 എന്ന് പറയുന്ന ടൈമിൽ അതിൻ്റെ പൊസിഷൻ നമുക്ക് പൊസിഷൻ വെക്ടറിനെ R(T1) എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ R(T1) എന്ന് പറയുന്നത് T1 എന്ന് പറഞ്ഞ ടൈമിൽ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷനാണ്. ആ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എന്താ, അത് പ്ലെയിൻ ആയതുകൊണ്ട് നമ്മൾ XY കോർഡിനേറ്റ് എടുക്കുന്നു. അപ്പോൾ X(T1), Y(T1). അതായത് T1 എന്ന് പറയുന്ന സമയത്ത് X കോർഡിനേറ്റും T1 എന്ന് പറയുന്ന ടൈമിൽ Y കോർഡിനേറ്റും. ഇതാണ് ഇതിൻ്റെ പൊസിഷൻ വെക്ടറിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും R1. അതായത് R(T1) എന്ന് പറയുന്നത് R1 എന്ന് പറയുമ്പോൾ T1 എന്ന് പറഞ്ഞ ടൈമിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ ദാറ്റ് ഈസ് R1 is equal to X1 Y1. X1 എന്ന് പറയുന്ന T1 ടൈമിൽ X കോർഡിനേറ്റും Y1 എന്ന് പറയുന്നത് T1 ടൈമിൽ Y കോർഡിനേറ്റും. ദാറ്റ് ഈസ് X1 is the value of X at T is equal to T1 അതാണ് പറഞ്ഞത്. ഇനി T2 എന്ന് പറഞ്ഞ ടൈമിൽ ഇതിൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ എഴുതാം? T1 എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? R2 vector R2 is equal to X2 Y2. Vector R2 is the position vector at a time T is equal to T2 and X2 is the value of X at a time T is equal to T2 likewise. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടൈമിൽ T1 എന്ന് പറഞ്ഞ ടൈമിലെയും T2 എന്ന് പറഞ്ഞ ടൈമിലെയും രണ്ട് പൊസിഷൻസും നമ്മൾ കണ്ടുപിടിച്ചു, R1 and R2. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ടൈം ഇൻ്റർവെല്ലിൻ്റെ ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? നമുക്കത് ജസ്റ്റ് മൈനസ് ചെയ്യാം. R2 is equal to അല്ല R2 minus R1 വെക്റ്റർ R2 minus R1. ദിസ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് കോർഡിനേറ്റ് ഡിഫറൻസ് എന്തായിരിക്കും? X2 minus X1, Y2 minus Y1. അപ്പോൾ ഡെൽറ്റ R എന്ന് പറയുന്നതാണ്. ഇതിനെ നമ്മൾ ഡെൽറ്റ R എന്ന് പറയും. R2 minus R1 ഡെൽറ്റ R അല്ല, R2 minus R1 എന്ന് പറഞ്ഞ വെക്റ്റർ ഏതായിരിക്കും? R2 minus R1 എന്ന് പറയുന്ന വെക്റ്റർ എന്താ, ഇതിൻ്റെ റിസൾട്ടൻ്റ് വെക്റ്റർ ആയിരിക്കും. ദിസ് ഈസ് R2 minus R1 രണ്ടും വെക്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വെക്റ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജനറലൈസ് ചെയ്യുകയാണ്. ഇവിടെ T1 T2 എന്ന് പറഞ്ഞ രണ്ട് ടൈം ഇൻ്റർവെല്ലാണ് എടുത്തത്. നേരത്തെ ചെയ്തതുപോലെ ഒരു ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ R, അതായത് R2 minus R1 ഡെൽറ്റ R is equal to R of T plus ഡെൽറ്റ T minus R of T. അതായത് ടിയും ഡെൽറ്റ ടിയും ടി പ്ലസ് ഡെൽറ്റ ടിയും തമ്മിൽ ഡെൽറ്റ ടിയുടെ ഡിഫറൻസേ ഉള്ളൂ. ഈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. ഈ T1ഉം T2 തമ്മിലുള്ള ഇടയിലുള്ള ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ടൈം ഇൻ്റർവലായിരിക്കും. പക്ഷേ വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് T1 T2 അല്ലാതെ ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡെൽറ്റ R is equal to R of T plus ഡെൽറ്റ ടി. അതായത് T plus ഡെൽറ്റ ടി എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പിക്ചർ നോക്കുക. അതിൽ R plus ഡെൽറ്റ ടി എന്ന് പറയുന്നതും R of T എന്ന് പറയുന്നത് അതിന് ഡിഫറൻസ് ആയിരിക്കും ഡെൽറ്റ R എന്ന് പറയുന്നത്. ആ പൊസിഷൻ വെക്ടർ ഇതാണ് അല്ലേ? പൊസിഷൻ വെക്ടർ നമുക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ഇതൊരു വെക്ടർ ഇക്വേഷനാണ്. ഡെൽറ്റ R എന്ന് പറയുന്നത് അല്ലെ, രണ്ട് വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് വെക്ടറായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു വെക്ടറിനെ നമുക്കൊരു സ്കെയിലാർ ഇക്വേഷന് ഈക്വലൻ്റ് ആയിട്ട് എഴുതാം. ദിസ് വെക്ടർ ഇക്വേഷൻ ഈസ് ഈക്വലൻ്റ് ടു ദ ടു സ്കെയിലാർ ഇക്വേഷൻ. ഇതിൽ ഈ ഡെൽറ്റ R എന്ന് പറയുന്നത് R എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടറിൽ ഇത് പ്ലെയിൻ ആയതുകൊണ്ട് X കോർഡിനേറ്റും Y കോർഡിനേറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ X കോർഡിനേറ്റിൽ എത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുള്ളത് നമുക്കിങ്ങനെ എഴുതാം. ആ എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ ദിസ് ഇസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. നമ്മൾ ഒരു പാർട്ടിക്കുലർ കോർഡിനേറ്റിൽ മാത്രം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ ഡിസ്റ്റൻസ് അല്ലേ, അതായത് ആ എക്സ് ഡിറക്ഷനിൽ അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഇറ്റ് ഇസ് എ സ്കെയിലർ ഇക്വേഷൻ. ദെർഫോർ ദ സ്കെയിലർ ഇക്വേഷൻ ഡെൽറ്റ എക്സ് കറസ്പോണ്ടിങ് ഈ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിലർ ഇക്വേഷനാണ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എക്സ് ഓഫ് ടി and delta y is equal to y of t plus delta t minus y of t. Okay.
Therefore, the velocity of the particle, ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് വെക്റ്റർ. അത് R1ഉം R2ഉം തമ്മിലുള്ള ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടിയും ആർ ഓഫ് ടിയും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ റിസൾട്ടൻ്റ് വെക്റ്റർ ഡെൽറ്റ ആർ ആണെന്ന് പറഞ്ഞു. ഇത് ഈ വെക്റ്ററാണെന്ന് വിചാരിക്കുക. ഇതാണ് ആ ഡിഫറൻസ് വെക്റ്റർ എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടിയിൽ എക്സ് ഓഫ് ടി, അത് കഴിഞ്ഞ് അടുത്ത ഇതാണ് എക്സ് കോർഡിനേറ്റ്, ഈ ഒരു പോയിൻറ്റിൻ്റെ ഈ ഇത് എക്സ് കോർഡിനേറ്റ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴാണ് അത് ഡെൽറ്റ ടി ടൈമും കൂടി കവർ ചെയ്തിട്ട് അതിൻ്റെ പൊസിഷനാണ് ഇത് എക്സ് ഡിറക്ഷനിൽ. അപ്പോൾ നമുക്കതിന് എക്സ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇതുപോലെ കറസ്പോണ്ടിങ് വൈയിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റാണ് വൈ ഓഫ് ടി. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റാണ് വൈ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ വൈയും ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സും ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ നമുക്ക് എന്തെഴുതാം, ബി എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. നേരത്തെ ഇക്വേഷൻ അല്ലേ, നമ്മുടെ വെക്റ്റർ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ആറിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കും. ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 ഡയമെൻഷണൽ കേസ് തന്നെയാണ്, ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നതാണ് ഡി ആർ ബൈ ഡി ടി അല്ലേ, വിച്ച് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ഡി ആർ. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ടിയുടെ ഇക്വേഷനാണ്, ഡെറിവേറ്റീവ് ഓഫ് ആർ അല്ലേ. അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കാം. ഈ ഒരു ഇക്വേഷനെ നമുക്ക് നമ്മൾ 2 ഡയമെൻഷൻ കേസാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇതിനെ നമുക്ക് 2 സ്കെയിലർ ഇക്വേഷനായിട്ട് എഴുതാം. അതായത് എക്സ് ഡിറക്ഷനിൽ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി, എക്സ് ഡിറക്ഷനിൽ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഈ ഡെൽറ്റ ആറിന് പകരം എക്സ് ഡിറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഡെൽറ്റ ആറിന് പകരം ഡെൽറ്റ എക്സ് കൊടുത്തു അല്ലേ. ഒരൊറ്റ ഡയറക്ഷനിലുള്ള ഒരു സിംഗിൾ ഡയറക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നു, സിംഗിൾ കോർഡിനേറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ആ കോർഡിനേറ്റിന് അലോങ് ആയിട്ട് അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഈ ഇക്വേഷനെ നമുക്കൊരു സ്കെയിലർ ഇക്വേഷനായിട്ട് എഴുതുകയാണ്. അപ്പോൾ ഇതെന്താ, ഇത് ഇക്വേഷൻ ഫോർ ഡി എക്സ് ബൈ ഡി ടി ആണ്. അതുപോലെ തന്നെ നമുക്ക് വി വൈ എഴുതാം, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ നമുക്കത് 3 ഡയമെൻഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ സെഡ് ഡയറക്ഷനിൽ 3 ഡയമെൻഷനിലേക്കുള്ള ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും. സെഡ് ഡയറക്ഷനിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ദിസ് ഇസ് സെഡ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് സെഡ് ഓഫ് ടി, ദിസ് ഇസ് എന്താണ് ഡെൽറ്റ സെഡ് എന്ന് വരും ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സെഡ് ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു വി തന്നെ വി ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ തന്നെ നമുക്ക് 3 ഡയമെൻഷൻ, അതായത് അതിനെ 1 ഡയമെൻഷനോ 3 ഡയമെൻഷനോ 2 ഡയമെൻഷനോ എത്ര ഡയമെൻഷനിലേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം ഈ ഒരു സിംഗിൾ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ അതാണ് ഒരു വെക്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. വെക്റ്റർ ഫോമിൽ നമ്മൾ ഒരു വെലോസിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു സിംഗിൾ ഇക്വേഷനിൽ, ഈ ഒരു സിംഗിൾ ഇക്വേഷനിൽ ഇത്രയും ഇക്വേഷൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വി ഹാവ് the position vector r is equal to xi plus yj plus zk. ഇങ്ങനെ നമുക്ക് എഴുതാം ഒരു പൊസിഷൻ വെക്ടറിനെ in terms of base vectors. We have already studied all these things. So dr by dt നമുക്ക് അങ്ങനെ എഴുതാം dx by dt I cap plus dy by dt j cap plus dz by dt k cap. ഇപ്പോൾ ഒരു വെലോസിറ്റി വെക്ടറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, നമുക്ക് പൊസിഷൻ വെക്ടർ കിട്ടുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് ലെറ്റ് എ പാർട്ടിക്കിൾ ഓർ ലെറ്റ് ദ കൺസിഡർഡ് പാർട്ടിക്കിൾ അണ്ടർഗോ എ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ ആർ ഇൻ എ ടൈം ഡെൽറ്റ ടി. പിക്ചർ നോക്കാം. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത പാർട്ടിക്കിളിൻ്റെ ട്രജക്ടറി. ഇതാണ്. അപ്പോൾ
ഒരു ടി എന്ന് പറഞ്ഞ ടൈമിൽ ഇതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി ആണ്. ഓക്കെ, ഇനി ഒരു ഇൻ്റർവെല്ലിൽ ടൈം ഇൻ്റർവെല്ലിൽ ഡെൽറ്റ ടി കൂടി ഡെൽറ്റ ടി ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈം ഇൻ്റർവെല്ലിൽ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്, അതിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ നമുക്ക് എഴുതാം ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഡാഷ്, ഒരു ടി ഡാഷ് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ട്. അതിനുശേഷം വീണ്ടും നമ്മളതിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്യാണ് ടി ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിൽ. അപ്പോൾ ഇവിടെ ടി ഡാഷ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം ഇൻ്റർവെല്ലിനേക്കാൾ കൂടുതലാണ് ടി ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡെൽറ്റ ടി ഡാഷ് ഇസ് ലെസ് ദാൻ ഡെൽറ്റ ടി ഡബിൾ ഡാഷ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ലിൽ വരുന്ന പൊസിഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഡബിൾ ഡാഷ്. ഓക്കെ, അപ്പോൾ ഈ 3 പൊസിഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ 3 പൊസിഷൻ നമുക്കറിയാമെങ്കിൽ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഡാഷ് ആൻഡ് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഡബിൾ ഡാഷ്, ഈ ഒരു 3 പൊസിഷൻ അറിയാമെങ്കിൽ അതിൻ്റെ നമുക്ക് നോക്കാം. അതിൻ്റെ എന്താ പറയുക, ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ 2 ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് ഡെൽറ്റ ആർ ആണ്. ഈ ഡെൽറ്റ ആർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ വരുന്നത്. ഈ 2 പോയിൻറ്റുകൾക്കിടയിലുള്ള അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ആർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ ആറിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് എ റിലേഷൻ ഡെൽറ്റ ആർ ഇസ് ഇക്വൽ ടു ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡെൽറ്റ ടി. ഇതാണ് ഡെൽറ്റ ആറിന് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന ഒരു ഇക്വേഷനാണ്. ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ആറിന് നമുക്ക് ഈ ഡി ആർ ബൈ ഡി ടി എന്താണ്? ഡി ആർ ബൈ ഡി ടി ഈസ് വി, nothing but the velocity of that particle which is v vector into delta t. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഈ ഡെൽറ്റ ടി 0ലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ടി 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ ടി 0ലേക്ക് ടെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് വളരെ കുറഞ്ഞു വരും അല്ലേ? തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരും, പൊസിഷൻ വളരെ അടുത്തടുത്തായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വി ഈസ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റിയുടെ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിന് പാരലൽ ആണെന്ന് പറയാം. when the limit delta t tends to 0, v is exactly parallel to delta r. That is, the instantaneous velocity of the particle is tangent to the trajectory. അപ്പോൾ അതായത് ഇതിൻ്റെ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ അടുത്തടുത്ത് വരിക ചെയ്യുക. അപ്പോൾ ഏതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ അത് തന്നെ ആയിരിക്കും ഇതിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ. അതാണ് ഇക്വേഷൻ എന്ന് കൺവേ ചെയ്യുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മോഷൻ ഇൻ 3 ഡയമെൻഷനിൽ മെയിൻ ഡയമെൻഷനിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്.